Hello students, welcome to the class of EDCA. So in this video let us see the topic torque equation of a DC motor. Okay, so you know what you mean by torque. Okay, the twisting moment of force about an axis. The twisting moment of force about an axis is known as torque. It is measured by the product of force and radius at which the force acts. Okay, so you know torque equal to force into radius. So you can write F into R, a radius of small r. അതായത് ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിൽ ഒരു ആക്സിസിലുണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് വിളിക്കുന്നത് അല്ലേ. ആ ഫോഴ്സ് ഇൻറ്റു റേഡിയസിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ വി നോ ഫോഴ്സ് എന്താണെന്ന് നമുക്കറിയാം. ലോറൻസ് ഫോഴ്സ് ഇക്വേഷനിൽ നമുക്ക് ഫോഴ്സ് എന്താണെന്നറിയാം അല്ലേ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചു BIL അല്ലേ. സോ ഇനി എന്താണ് ഫ്ലക്സ് ഡെൻസിറ്റി, അതായത് ടോട്ടൽ ഫ്ലക്സ് എന്താണ്, ഫൈ ഇൻറ്റു നമ്പർ ഓഫ് പോൾസ്. ടോട്ടൽ ഫ്ലക്സ് ഡെൻസിറ്റി ഓവർ ആൻ ഏരിയ ഈസ് ഈക്വൽ ബൈ 2π RL ഇൻറ്റു I ഇൻറ്റു L. ഓക്കെ, സോ ഇതാണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. നൗ ടോർക്ക് എന്താ എഴുതാം? therefore torque equal to ഇവിടെ L ക്യാൻസൽ ആയി പോകും. therefore P phi I by 2π R ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു R റേഡിയസ്. ഇനി R ക്യാൻസൽ ആവും അല്ലേ. that is equal to 5pi by 2π എന്ന് എഴുതിക്കൂടെ. സോ therefore ടോട്ടൽ ടോർക്ക് നമുക്ക് ആർമേച്ചർ ടോർക്കിനെ TE എന്ന് എഴുതാം ഈസ് ഈക്വൽ ടു, നൗ വി ഹാവ് ടു കൺസിഡർ ദ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആൻഡ് നമ്പർ ഓഫ് പാരലൽ പാർട്സ് ഇൻ ദ മെഷീൻ. സോ മെഷീനിലെ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സിനെ Z എന്ന് റിപ്രസെൻറ്റേറ്റ് ചെയ്യാം. ആൻഡ് നമ്പർ ഓഫ് പാരലൽ പാർട്സ് എന്തായിരുന്നു? A ഇൻറ്റു ഈ കിട്ടിയ ആൻസർ 5pi by 2π. സോ ഇതാണ് എന്ത് പറയാം, ടോർക്കിൻ്റെ ഇക്വേഷൻ. ഓക്കെ, സോ ടോർക്ക് ഈസ് ഈക്വൽ ടു ഈ വാല്യൂ കിട്ടും. ഓക്കെ, ടോർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. സോ ഇതിൽ നിന്ന് നമ്മളൊരു കോൺസ്റ്റൻറ്റ് ടേംസ് നമുക്ക് എടുത്ത് മാറ്റാമെങ്കിൽ TE ഈസ് ഈക്വൽ ടു, ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്യുമ്പം തന്നെ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കോൺസ്റ്റൻ്റ് ആണ്, നമ്പർ ഓഫ് പാരലൽ പാർട്സ് അത് ആദ്യമേ തീരുമാനിക്കും, നമ്പർ ഓഫ് പോൾസ് കോൺസ്റ്റൻ്റ് ആണ്, ആൻഡ് 2π എന്ന് പറയുന്ന വാല്യൂം കോൺസ്റ്റൻ്റ് ആണ്. വേരിയബിൾ ടേം എന്ത് മാത്രം പറയാം, ഫൈയും ഫ്ലക്സും വേരി ചെയ്യും, കറണ്ടും വേരി ചെയ്യും. ഓക്കെ, therefore നമുക്ക് ഈ കോൺസ്റ്റൻറ്റ് ടേംസിനെ അടുത്ത് എഴുതുവാണെങ്കിൽ ZP by 2πA ഇൻറ്റു ഫൈ ഇൻറ്റു ആർമേച്ചർ ടോർക്കാണെങ്കിൽ ആർമേച്ചർ കറണ്ട്. സോ ഇങ്ങനെ എഴുതിക്കൂടെ. സോ ഇതാണെങ്കിൽ ഈ വാല്യൂവിനെ നമുക്ക് ഒരു ടേം, കോൺസ്റ്റൻറ്റ് ടേം KA എന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ KA ഫൈ IA എന്ന് നമുക്ക് എഴുതാം. വേർ KA എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമേച്ചർ കോൺസ്റ്റൻറ്റ് ആൻഡ് KA ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ZP by 2πA എന്ന് എഴുതാം. ഓക്കെ, സോ ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾക്ക് ഡെവലപ്പ് ചെയ്ത് കിട്ടി. ഇതൊരു ഡെറിവേഷനാണ്. ഓക്കെ, ഡിറൈവ് ദ ടോർക്ക് ഇക്വേഷൻ ഓഫ് എ DC മോട്ടർ എന്നായിരിക്കും ചോദ്യം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു കാര്യം കൂടെ നോക്കാം. EG, അതായത് ജനറേറ്റഡ് വോൾട്ടേജ് EG ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, EG ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, 5PNZ by 60A എന്ന് നമുക്ക് എഴുതാം അല്ലേ. ആൻഡ് നമുക്കൊരു കാര്യം കൂടി എഴുതാം, അതായത് ആംഗുലാർ ഫ്രീക്വൻസി W ഈസ് ഈക്വൽ ടു 2πN by 60. ഇത് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് N എങ്ങനെ എഴുതാം, N ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു 60 by 2π.
സോ ഈ എൻ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് എഴുതാം? ഇ ജി ഈസ് ഈക്വൽ ടു 5p z ഇൻറ്റു ഒമേഗ 60 by 60 into a into 2pi. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഇസഡ് പി ബൈ 2πa നമുക്ക് കെ എന്ന് എഴുതാം അല്ലേ. ആൻഡ് ഇതിൽ 60 ക്യാൻസൽ ആവും. ആൻഡ് ഇതിൽ നോക്കിയാൽ ഇസഡ് പി ബൈ 2πa ഇൻറ്റു, ഇനി വേരി ആവുന്ന ടേം എന്താണ്? ഒമേഗയും 5 അല്ലേ, ഒമേഗയും 5 ആണ്. 5 ഇൻറ്റു ഒമേഗ. സോ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു കെ എ ഇൻറ്റു 5 ഒമേഗ. ഓക്കെ, ദെയർഫോർ നമുക്ക് എന്ത് എഴുതാം? ഇ ജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 5 ഇൻറ്റു ഒമേഗ എന്ന് എഴുതാം അല്ലേ. ഇ ജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 5 ഇൻറ്റു ഒമേഗ എന്നും. ആൻഡ് ഈ ടേമിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 5 ഇൻറ്റു ഐ എ എന്നും നമുക്ക് എഴുതാം അല്ലേ. സോ ഇവിടെ നമുക്കൊരു റിലേഷൻ കിട്ടി. ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കെ എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 5 ഐ എ എന്ന് എഴുതാം. ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഇ ജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 5 ഒമേഗ എന്ന് എഴുതാം അല്ലേ. ഇനി നമുക്ക് ഇ ജി ബൈ ടോർക്ക് എന്നൊരു റിലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇ ജി ബൈ ടോർക്ക് എന്നൊരു ഇക്വേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ എന്ത് എഴുതാം? കെ എ 5ia ഡിവൈഡഡ് ബൈ കെ എ 5 ഒമേഗ എന്ന് എഴുതാം. സോ ഇത് ക്യാൻസൽ ചെയ്താൽ എന്ത് എഴുതാം? അതായത് ഇ ജി ഇൻറ്റു ഒമേഗ ഈസ് ഈക്വൽ ടു EG is directly proportional to 5 omega അല്ലേ. സോ കെ എ 5 ഒമേഗ ഡിവൈഡഡ് ബൈ ടോർക്ക് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു ഐ എ ആണ് അല്ലേ. സോ ഇങ്ങനെയാണ്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? കെ എ 5 ക്യാൻസൽ ചെയ്ത് പോയാൽ ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്ത് എഴുതാം? ഇ ജി ഇൻറ്റു ഐ എ ഈസ് ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു ഒമേഗ എന്ന് എഴുതാം. അതായത് ഇ ജി ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർമേച്ചർ പവർ അല്ലെ. ആർമേച്ചറിൽ ജനറേറ്റഡ് വോൾട്ടേജ് ഇൻറ്റു ജനറേറ്റഡ് കറണ്ട്, ആർമേച്ചർ പവറും ആണത്. ടോർക്ക് ഇൻറ്റു ഒമേഗ എന്ന് വെച്ചാൽ മെക്കാനിക്കൽ പവറാണ് അല്ലേ, മെക്കാനിക്കൽ ഇക്വലൻ്റ് പവറിൻ്റെ അല്ലേ. ദെയർഫോർ നമുക്ക് എന്ത് എഴുതാം? ദെയർഫോർ പവർ ഡെവലപ്ഡ് ഈസ് ഈക്വൽ ടു പി ജി എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു അകത്ത് മെഷീനിൽ ജനറേറ്റ് ചെയ്ത ഇലക്ട്രിക്കൽ പവർ ആണെങ്കിൽ ഇ ജി ഇൻറ്റു ഐ എ, അതിൻ്റെ മെക്കാനിക്കൽ ഇക്വലൻ്റ് എന്ത് എഴുതാം? ഈസ് ഈക്വൽ ടു ടോർക്ക് ഇൻ ആർമേച്ചർ ടോർക്ക് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് രണ്ട് റിലേഷൻസ് മനസ്സിലായി? അതായത് ടോർക്കിൻ്റെ റിലേഷൻ. ടോർക്ക് ലാസ്റ്റ് വീഡിയോ ഐ ഹാവ് സെഡ് ദാറ്റ് ദ ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ആർമേച്ചർ കറണ്ട്. ആ ഒരു റിലേഷൻ എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നത്? ഈ ഇക്വേഷനിൽ നിന്നാണ്. ഓക്കെ, സോ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യം, ടോർക്ക് ഇക്വേഷൻ ആൻഡ് ഹൗ ടോർക്ക് ഈസ് റിലേറ്റഡ് ടു ദ ആർമേച്ചർ കറണ്ട്. സോ ടോർക്ക് ആർമേച്ചർ കറണ്ട് റിലേഷൻ, ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 5 ഇൻറ്റു ഐ എ. സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിറൈവ് ചെയ്യേണ്ട സാധനം. ഓക്കെ, ടോർക്ക് ഇക്വേഷൻ ആൻഡ് ആ ടോർക്ക് ഇക്വേഷൻ്റെ വാല്യൂ നിങ്ങൾക്ക് വേണം. ടോർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? ടോർക്ക് ഈസ് ഈക്വൽ ടു ഇസഡ് പി 5ia ബൈ 2πa. ഈ രണ്ട് ഇക്വേഷൻ ആൻഡ് ടോർക്ക് ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചോദിക്കും. ഓക്കെ, ടോർക്ക് ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസും ഡിറൈവ് ചെയ്യാൻ വരും. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ സീ ദ speed equation of a DC motor. Okay, next we can see speed equation of a DC motor. ഇനി സ്പീഡ് റിലേഷൻഷിപ്പ് നമുക്ക് നോക്കണം. ഓക്കെ, സോ സ്പീഡിൻ്റെ റിലേഷൻഷിപ്പ് നമുക്കറിയാം. ഇ ജി എന്നുള്ള ഇക്വേഷൻ അറിയാം. ഇ ജി ഈസ് ഈക്വൽ ടു 5pn
ഇസഡ് ബൈ 60A എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, ഇതിൽ നിന്ന് n ഈക്വൽ ടു എന്ത് എഴുതാം? n ഈസ് ഈക്വൽ ടു ഇ ജി, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പറയുന്ന എന്താണ്, ബാക്ക് ഇ എം എഫ് ഇ ബി ഇൻറ്റു 60A ഡിവൈഡഡ് ബൈ 5PZ എഴുതാം അല്ലേ. ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു ബാക്ക് ഇ എം എഫ് മോട്ടറിലാകുമ്പം ഇ ബി എന്നാണ് വരുന്നത്, ഇ ബി 60A ബൈ 5PZ. ഇതിൽ ഏതൊക്കെ ടേംസ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാം? 60 ഒരു കോൺസ്റ്റൻ്റ് ആണ്, നമ്പർ ഓഫ് പാരലൽ പാത്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, മെഷീൻ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ്. നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കോൺസ്റ്റൻ്റ് ആണ്, എത്ര പോൾസ് ഉണ്ടെന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇനി വേരിയബിൾ ആയിട്ട് വരുന്നത് ഏതാണ്? ഇ ബി ബൈ 5. ദെയർഫോർ n ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, നമുക്ക് എന്ത് എഴുതാം? ബാക്കിയെല്ലാം ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് n ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ ബി ബൈ 5. സോ സ്പീഡിൻ്റെ റിലേഷൻ എങ്ങനെയാണ്? സോ സ്പീഡ് n ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ ബി ബൈ 5 എന്നാണ് റിലേഷൻ. ആൻഡ് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ടോപ്പിക്കിൽ എന്ത് കണ്ടു? ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 5 ഇൻറ്റു IA. ഇങ്ങനെ രണ്ട് ഇക്വേഷനാണ്, രണ്ട് റിലേഷൻഷിപ്പാണ് നമുക്ക് വേണ്ടത്. ഈ രണ്ട് റിലേഷൻഷിപ്പിൽ നിന്നാണ് നമ്മൾ ഇനിയും DC മോട്ടേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് ആണ് ഈ വേണ്ടത്. n ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ ബി ബൈ 5 ആൻഡ് ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 5 ഇൻറ്റു IA. Okay, thank you.